ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്പഴങ്ങ അച്ചാറുണ്ടാക്കുന്ന വീഡിയോ ആണ് ഫ്രണ്ട്സ്. അമ്പഴങ്ങയുടെ സീസണൊക്കെ കഴിഞ്ഞു, പക്ഷെ ഞങ്ങൾ നേരത്തെ എടുത്തു വെച്ച വീഡിയോ ആണ്. അതിനാദ്യം തന്നെ നമ്മൾ അമ്പഴങ്ങ കഴുകിയെടുത്ത് ഒരു പാത്രത്തിലേക്ക് മാറ്റണേ. അപ്പോൾ നമ്മളിത് കഴുകുന്നതിൻ്റെ കൂടെ അതിൻ്റെ ഞെട്ടൊക്കെ കളഞ്ഞിട്ട് നമ്മൾ ഒരു പാത്രത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കത് നീളത്തിൽ അരിഞ്ഞു കൊടുക്കാം. അപ്പോൾ നമ്മൾ ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന അമ്പഴങ്ങ നമ്മൾ വെള്ളത്തിൽ ഇട്ടൊന്ന് വേവിച്ചെടുക്കണം. അതിൻ്റെ ഒരു ചവർപ്പൊക്കെ ഒന്ന് മാറാനാണ് ഫ്രണ്ട്സ്. ചീനിച്ചട്ടി അടുപ്പിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ചൂടായി. എന്നിട്ട് നമുക്ക് വെളിച്ചെണ്ണയാണ് നമ്മളിവിടെ എടുക്കുന്നത്. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. ഈ കടുക് ഇട്ട് കൊടുക്കാം. കുറച്ച് ഉലുവ, 2-3 ഉലുവയും കൂടി ഇട്ട് കൊടുക്കാണ്. സിമ്മിലിട്ടിട്ട് വേണം ഇത് ചെയ്യാൻ. ഇനി നമുക്കതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി ഇഞ്ചി വെളുത്തുള്ളി ഇത് രണ്ടും ചേർത്ത് കൊടുക്കാം. ഇത് ഏകദേശം ഒരു ബ്രൗൺ കളർ ആവുന്നത് വരെ നമുക്ക് വഴറ്റിയെടുക്കണം. ചൂടുവെള്ളത്തിലിട്ട് നമ്മൾ നേരത്തെ ചൂടുവെള്ളത്തിലിട്ട് വെച്ചിരുന്ന അമ്പഴങ്ങ ഇപ്പം ഏകദേശം ആ പച്ച കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. അത് നമ്മൾ വെള്ളത്തിൽ നിന്ന് ഊറ്റി മാറ്റി വെച്ചതാണ്. അപ്പോൾ ഏകദേശം ഒന്ന് വഴറ്റിയെടുത്തിട്ട് ഒരു ഗോൾഡൻ ബ്രൗൺ ഷെയ്ഡായിട്ടുണ്ട്. അധികം അമ്മ ബ്രൗൺ ആക്കാറില്ല. ഇനി നമുക്ക് ഇതിലേക്ക് സിമ്മിലിട്ടിട്ട് കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുക്കാം. സിമ്മിലിട്ടിരിക്കുവാണേ, തീ കൂട്ടിയിടരുത്. ഒരു 4-5 ടീസ്പൂണോളം കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇളക്കി നോക്കിയിട്ട് വേണേ കുറച്ചുകൂടി ചേർത്ത്. എരിവില്ലാത്തതുകൊണ്ട് നമുക്കിത് ചേർക്കാം. അപ്പോൾ നമ്മൾ ഒരു 2 ടീസ്പൂണോളം കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇച്ചിരി ചെറു ചൂടുവെള്ളം ഒഴിക്കാം. ഇനി ഇതിലേക്ക് ചെറു ചൂടുവെള്ളം കുറച്ച് ഒഴിച്ച് കൊടുക്കാം. വെള്ളം നമുക്ക് വേണ്ട ചാറിൻ്റെ അളവിന് നമുക്ക് ഒഴിച്ചു കൊടുക്കാവേ. ഇനി നമുക്കിതിലേക്ക് അമ്പഴങ്ങ ഇട്ട് കൊടുക്കാം. അമ്പഴങ്ങ ഇട്ട് മിക്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നേ. ഉപ്പ് ആവശ്യത്തിന് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമുക്കിവിടെ അധികം ചാറ് വേണ്ടാത്തതുകൊണ്ട് തന്നെ നമ്മൾ അതായിട്ട് വരട്ടിയാണ് എടുത്തിരിക്കുന്നത്. ചാറ് വേണ്ടവർക്ക് കുറച്ചുകൂടി വെള്ളമൊക്കെ ചേർത്ത് കൊടുക്കാം. സ്റ്റവ് ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഈ വിനാഗിരി ഒഴിച്ച് കൊടുക്കാം. ഇത് നമ്മൾ മില്ലറ്റ്സ് ഒക്കെ മേടിക്കുന്ന ആ കടയിൽ നിന്നാണ് മേടിച്ചത്. നാടൻ വിനാഗിരിയാണ്. ഇത് ഓപ്ഷനിലാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ ഒഴിച്ചാൽ മതി. ഒരു ലേശമേ ഒഴിക്കുന്നുള്ളൂ. ഏകദേശം ഒരു 1/2 ടീസ്പൂണോളമൊക്കെ ഒഴിച്ചിട്ടുള്ളൂ. ഓരോരുത്തരും ഓരോ രീതിയിലാണ് അച്ചാറുകളൊക്കെ ഉണ്ടാക്കുന്നത്. നമ്മളിപ്പോൾ ഇവിടെ വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കിയാൽ നമുക്ക് അധികം നാൾ ഇത് ഇരിക്കില്ല. എല്ലാവരും എടുത്ത് തീർക്കും. അധികം നാളൊക്കെ ഇരിക്കണം എന്നുണ്ടെങ്കിൽ നല്ലെണ്ണയിൽ ഉണ്ടാക്കുന്നതാണ് നല്ലത്. നമുക്കത് വേണ്ടാത്തതുകൊണ്ടാണ് വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുന്നത്. നമ്മൾ ഇതിനകത്തൊരു പിഞ്ച് മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കാരണം അമ്മ ഏത് കറി വെച്ചാലും മഞ്ഞൾപ്പൊടി ചേർക്കാറുണ്ട്. അപ്പോൾ ഒരു പിഞ്ച് മാത്രമേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ അമ്പഴങ്ങ അച്ചാറിൻ്റെ റെസിപ്പി ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടമെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ബായ്.